ഹായ് ഡിയേഴ്സ്, മഹാലക്ഷ്മിയുടെ ലേറ്റസ്റ്റ് പ്രൊമോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ മേഘനാഥം കാരണം മഞ്ജുവിൻ്റെ ടെക്സ്റ്റൈൽസിലെ ജോലിയൊക്കെ പോയി കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ കൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് മഞ്ജുവിനോട് അശ്വതി പറയുന്നത്, നീ എന്തായാലും മാനേജറിനെ പോയി കാണ്, അയാൾക്ക് വേറെയും ഒരുപാട് സ്ഥലത്ത് നല്ല നല്ല പിടിപാടുകളുണ്ട്, അവിടെ എവിടെയെങ്കിലും ജോലിയാക്കി തരും, നിനക്ക് എന്തായാലും ഇപ്പോൾ ആ ഒരു ജോലി അത്യാവശ്യമല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ മാനേജറിനെ കാണാനായിട്ട് മഞ്ജു പോകുന്നുണ്ട്. മഞ്ജു പോയിട്ട് മഞ്ജുവിൻ്റെ എല്ലാ കഷ്ടപ്പാടുകളും എല്ലാ പ്രശ്നങ്ങളും പറയുന്നുണ്ട്. മേഘനാഥൻ ഇങ്ങനെ മുറച്ചക്കനായിരുന്നു, പിന്നെ ഞാൻ അയാളെ കല്യാണം കഴിച്ചിട്ടുണ്ട്, പക്ഷെങ്കിൽ അയാൾ എന്നെ ചതിച്ചത് കൊണ്ട് തന്നെ ഞാൻ അയാളെ ഡൈവോഴ്സ് ചെയ്തിട്ട് മറ്റൊരാളാണ് ഇപ്പോൾ വിവാഹം ചെയ്തിട്ടുള്ളത് എന്നൊക്കെ ഇങ്ങനെ മാനേജറിനോട് പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ജീവിക്കാനായിട്ട് എന്തായാലും ഈ ഒരു തൊഴിൽ അത്യാവശ്യമാണ്, എന്നെ ഇവിടുന്ന് പിരിച്ചുവിടല്ലേ എന്ന് പറയുമ്പോൾ മാനേജർ പറയും, മേഘനാഥൻ സാറ് ഞങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ്, അതുകൊണ്ട് അയാൾ പറയുന്നത് കേൾക്കാതിരിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല, നിനക്ക് വേണമെങ്കിൽ വേറെ എവിടെയെങ്കിലും ഞാൻ ജോലിയാക്കി തരാം എന്നൊക്കെ പറയും. അതൊക്കെ കേട്ടാണെങ്കിൽ മഞ്ജുവിന് സന്തോഷമാവുന്നുണ്ട്. പക്ഷെങ്കിൽ അത് അയാളൊരു ചതിയിലൂടെയാണ് ചെയ്യുന്നതെന്ന് മഞ്ജുവിന് പിന്നീടാണ് മനസ്സിലായത്. ഒരു പാലയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടേ, അതുകൊണ്ട് തന്നെ നിനക്ക് ഞാനൊരു ജോലി റെഡിയാക്കി തരാം, പക്ഷെ നീ എന്ത് ചെയ്യണം, എൻ്റെ കൂടെ നിൽക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അയാൾ എന്ത് ചെയ്യുന്നുണ്ട്, പെട്ടെന്ന് മഞ്ജുവിൻ്റെ കയ്യിൽ കയറി പിടിക്കുന്നുണ്ട്. അത് കേട്ടിട്ടാണ് മഞ്ജുവിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് മഞ്ജു തിരിച്ച് പറയുന്നുണ്ട്, എന്തായാലും ഒരു ജോലി ഇല്ലെങ്കിലും ഞാൻ വീട്ടിലിരുന്നോളാം, അല്ലാണ്ട് മാനം വിട്ട് ജീവിക്കാൻ എന്തായാലും ഞാൻ തയ്യാറല്ല എന്നൊക്കെ അയാളോട് പറയുന്നുണ്ട്. കൈ തെറിപ്പിച്ചിട്ട് മഞ്ജു എന്നിട്ട് തിരിച്ച് അശ്വതിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് മഞ്ജു എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ടെക്സ്റ്റൈൽസ് നിന്ന് വേഗം തന്നെ ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് പോകുന്നുണ്ട്. അവിടെയാണെങ്കിൽ സാഗർ മഞ്ജുവിനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. സാഗർ ഇന്ന് ജോലിക്ക് പോയപ്പോഴാണല്ലോ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്, അതുകൊണ്ട് തന്നെ വേഗം തന്നെ വർക്ക് സൈറ്റിൽ നിന്ന് വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം മഞ്ജു വന്നപ്പോൾ സാഗർ ചോദിക്കുന്നുണ്ട്, എന്താണോ തൻ്റെ മുഖമൊക്കെ എന്തോ മാതിരി ഉണ്ടല്ലോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മഞ്ജു പറയും, ആ മേഘനാഥനില്ലേ, അയാൾ ഇന്ന് ടെക്സ്റ്റൈൽസ് വന്നിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി, ആ മാനേജറോടൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ആ മാനേജർ എന്ത് ചെയ്തിട്ടുണ്ട്, എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചു വിടണം, ഞാൻ എത്ര പറഞ്ഞിട്ട് എന്ത് ചെയ്തില്ല, എന്നെ അവിടെ നിൽക്കാൻ സമ്മതിക്കുന്നില്ല, മേഘനാഥൻ ഇങ്ങനെ നമ്മളുടെ പിന്നാലത്ത് നടന്ന് നമ്മളിങ്ങനെ ശല്യം ചെയ്യുന്നുണ്ടല്ലോ, നമ്മളെങ്ങനെ ജീവിക്കുക എന്നൊക്കെ ഇങ്ങനെ സാഗറിനോട് പറയുന്നുണ്ട്. അപ്പോൾ സാഗർ എന്ത് ചെയ്യുന്നുണ്ട്, മഹാലക്ഷ്മി സാഗറിനെ ആ വർക്ക് സൈഡിൽ നിന്ന് പുറത്താക്കിയ കാര്യങ്ങളൊക്കെ സാഗർ എന്ത് ചെയ്യുന്നുണ്ട് മഞ്ജുവിനോട് പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ടാണ് മഞ്ജു പറയുന്നത്, എന്തായാലും ഇതിങ്ങനെ വിട്ടാൽ നടക്കില്ല, ഞാൻ എന്തായാലും കണ്ണേട്ടനെയും മഹാലക്ഷ്മി ഏട്ടത്തെയും കാണാനായിട്ട് പോവുകയാണ്, എന്നിട്ട് ഇതിലൊരു തീരുമാനം ഞാൻ എന്തായാലും എടുക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതുവരെയാണ് ഇന്നത്തെ പ്രൊമോ റിവ്യൂവിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. മറ്റൊരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ.